പി.വി. അൻവറെ കൂടുതൽ പിണക്കിയാൽ പണി കിട്ടുന്നതും കൂടുമെന്ന് ആഭ്യന്തരമന്ത്രിക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ തിരിച്ചടികളെ ഓർത്തെങ്കിലും നിലപാട് മയപ്പെടുത്തണമെന്നുള്ള ഉത്തരവ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും വന്നിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ ചോർത്തി എന്ന വിഷയത്തിൽ നിലമ്പൂരിലെ മുൻ എം.എൽ.എ. പി.വി. അൻവറിനെതിരെ കേസെടുക്കാൻ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. പിണറായി വിജയന്റെ പോലീസാണ് അറിയിച്ചത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയെന്ന അൻവറിന്റെ വെളിപ്പെടുത്തലിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ ഉള്ളത്. ആ കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് അൻവറിന് ഗുഡ് സർട്ടിഫിക്കറ്റ് ആഭ്യന്തര വകുപ്പ് നൽകിയത്. അൻവർ ഫോൺ ചോർത്തി എന്ന പരാതിയിൽ മലപ്പുറം DYSP പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നുവെന്നും എന്നാൽ കേസെടുക്കാൻ പറ്റുന്ന ഒന്നും തന്നെ കണ്ടെത്താത്തതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുമായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട് പറയുന്നത്. എന്നാൽ ഈ മാസം 13-ന് കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് ഈ അന്വേഷണ റിപ്പോർട്ട് തന്നെ ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. അതുപ്രകാരമാണ് തങ്ങൾക്ക് പി.വി. അൻവറിനെ ഒരു സംശയവുമില്ലെന്നും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നുമുള്ള തരത്തിൽ പറയുന്ന റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അൻവറിനെ കുടുക്കാനോ അല്ല പിണറായിയെ നാറ്റിക്കാനോ എന്നറിയില്ല. ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ താല്പര്യമുള്ളവർ CBI അന്വേഷിക്കാൻ വേണ്ടി വരെ പണിയെടുത്തിരിക്കുന്നു. നിയമവിരുദ്ധമായി താൻ ഫോൺ ചോർത്തിയെന്ന് അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചതാണെന്നും ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനാണ് അങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വർണ്ണക്കടത്ത്, കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഫോൺ ചോർത്തിയത് എന്നായിരുന്നു അൻവർ പറഞ്ഞത്. എന്നാൽ ഇത് സ്വകാര്യതയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അടക്കമുള്ള ഒരു അവകാശങ്ങളുടെ ലംഘനമാണെന്നും തന്റെ ഫോണും അൻവർ ചോർത്തിയെന്നും സംശയമുണ്ടെന്ന കാട്ടിയാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജിക്കാരന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും പി.വി. അൻവറിനെ തൊടാൻ തൽക്കാലം സർക്കാരിന്, പ്രത്യേകിച്ച് പിണറായി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് മനസ്സില്ല. അതുകൊണ്ട് പി.വി. അൻവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പിന് ഇഷ്ടം. അതായത് ഒരു കാര്യം മറക്കണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തൻ്റെ ഇടത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിൽ ഇത്രയും വലിയ പ്രതിരോധത്തിലാക്കിയത് പി.വി. അൻവർ തന്നെയാണ്. കച്ചവടമെല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാർട്ട്ണറായിരുന്ന ADGP അജിത് കുമാറിനെ നാടുകടത്തിയത് അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ കൊണ്ട് തന്നെയാണ്. ഭരണ തുടർച്ചയുണ്ടാകില്ലെന്ന് മാത്രമല്ല, BJPക്ക് അടിമപ്പെട്ട് നെട്ടോട്ടമോടുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ. യഥാർത്ഥത്തിൽ ഇനി ഒന്നുകൂടി താങ്ങാനുള്ള ശേഷി പിണറായിക്കില്ല എന്നുള്ളത് കൊണ്ട് അൻവറിനെ പിണക്കാതെ കാര്യങ്ങൾ ഒതുക്കി. അത് ഹൈക്കോടതിയെ തന്നെ അറിയിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായി.